ഇപ്പോൾ ഒട്ടുമിക്ക വീട്ടിലും ബീഫായിരിക്കും അല്ലേ ഫ്രിഡ്ജിൽ. നമ്മളെ വീട്ടിലും ബീഫ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ബീഫ് കറി വെക്കാൻ വേണ്ടി പോവുകയാണ് രാത്രിത്തേക്ക്. ഉച്ചക്കത്തേക്ക് കുറച്ച് കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി ആയപ്പോഴത്തേക്കും കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ബീഫ് കറി വെക്കാതാവുമ്പോൾ 2 ദിവസത്തേക്ക് ബീഫ് കറി അങ്ങോട്ട് ഓടിക്കോളുമല്ലോ. അങ്ങനെ നമ്മുടെ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയും പച്ചമുളകും കായളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ അയിനൂസ് പരാതിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൾ തലവിടെയോ മുട്ടിയെന്ന് പറഞ്ഞ് ഒരു പരാതിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ രാത്രിത്തേക്കുള്ള ചോറും കൂടെ അടുപ്പത്തോട്ട് വെക്കുന്നുണ്ട്. വേഗം അരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എന്താ വെള്ളം തിളച്ചപ്പോഴത്തേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മസാല കാര്യങ്ങളൊക്കെ ഞാൻ വേഗം തന്നെ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അടിക്കലും തുടക്കലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലൂടെ സൈഡിലൂടെ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ചോറ് തിളച്ചപ്പോഴത്തേക്ക് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ട് ഞാൻ വേഗം തന്നെ നമ്മുടെ ബീഫ് കറിയിലോട്ടുള്ള ബീഫ് വെക്കാനുള്ളതിലോട്ട് മസാലപ്പൊടി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലോണം മൂത്ത് വന്നപ്പോഴത്തേക്കും ഇറച്ചിയും കൂടെ തട്ടിക്കൊടുത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല, അതവിടെ ഇരുന്ന് വെന്തോളും. കുറച്ച് വെള്ളം അവിടെ തുളുമ്പി പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൈയോടെ അങ്ങോട്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അടക്കളയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം ഞാൻ നേരെ കുളിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. കുളിച്ച് കയറിയിട്ട് നേരെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ അയിനൂസിനെയും കുളിപ്പിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുളിച്ചിറങ്ങിയപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കല്യാണത്തിന് പോയ ഡ്രസ്സ് ഞാൻ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. അത് വേഗം അകത്തോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആകെ നനഞ്ഞ നാശമാവും കേട്ടോ. അങ്ങനെ അതെല്ലാം അകത്തോട്ട് എടുത്തിട്ട് ഞാൻ കുറച്ച് നേരം മഴ ഇങ്ങനെ നിന്നിട്ട് കണ്ടു നിന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറിയിട്ട് നമ്മൾ അയിനൂസിന് പപ്പടം വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് പപ്പടം എടുത്തിട്ടുണ്ടായിരുന്നു. കൂടെ ഞാനും ഒരു പപ്പടം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ബീഫ് കറി റെഡി ആയപ്പോഴത്തേക്കും നമ്മൾ അയിനൂസിന് വിശപ്പ് വന്നു. പിന്നെ അവൾക്ക് ബീഫ് കറിയും ചോറും കൂട്ടി അവൾക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പിടി ഞാനും കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. എരിവും പുളിയൊക്കെ കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പിടി ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവളെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനെടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഞാൻ കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ ചിനിക്കാക്ക വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചിനിക്കാക്ക ഇപ്പോൾ കഴിക്കലാന്ന് പറഞ്ഞുകൊണ്ട് ഞാനെടുത്ത് വേഗം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനെടുത്ത് കഴിച്ചപ്പോൾ അവൾക്ക് വീണ്ടും കഴിക്കാൻ തോന്നി. അപ്പോൾ അവൾക്കും കൊടുത്തു.